+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിൽ ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫങ്ഷൻ നമുക്ക് പ്രാക്ടിക്കലിലും ചെയ്യാനുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 7 ഫങ്ഷൻസാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടുഡേ എന്ന് പറയുന്ന ഫങ്ഷൻ, അത് ഉപയോഗിക്കുന്ന ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഇന്നത്തെ ഡേറ്റ് എന്തായിരിക്കുമോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സെക്കൻഡ് നൗ എന്ന് പറയുന്ന ഫങ്ഷൻ, അത് ഇന്നത്തെ സിസ്റ്റത്തിലെ ഡേറ്റും ടൈമും ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇയർ, മന്ത്, ഡേ, ഇത് മൂന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് 1/1/2000 എന്നാണ് ഡേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഡേറ്റിൻ്റെ വർഷം 2000 എന്നാണ് നമ്മൾ ഡേറ്റ് കൊടുത്തതെങ്കിൽ 2000 എന്ന വർഷം ഡിസ്പ്ലേ ചെയ്യാൻ 1/1 എന്നാണ് കൊടുത്തതെങ്കിൽ 1-ാം മാസം എന്ന് ഡിസ്പ്ലേ ചെയ്യും, ഡേറ്റ് 1 ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇയറും മന്തും ഡേയും ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഓരോ ഫംഗ്ഷനും എങ്ങനെയാണ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ = ടുഡേയുടെ അവിടെ ഇന്നത്തെ ഡേറ്റ് സിസ്റ്റം ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ എന്തെന്ന് കൊടുക്കണം, = ടുഡേ കൊടുക്കുക. നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഫോർമുല ബാറിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യത്തില്ല, അവിടെ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്ന കാണാൻ പറ്റുള്ളൂ. = ടുഡേ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഇന്നത്തെ ഡേറ്റ് വന്നു. നൗ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഡേറ്റും ടൈമും വന്നു. അപ്പോൾ ഈ 2 ഫംഗ്ഷന് സാധാരണ പരീക്ഷയ്ക്ക് 1 വേർഡിന് ചോദിക്കുന്നതാണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. കറണ്ട് സിസ്റ്റം ഡേറ്റിന് ടുഡേയും കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ ചെയ്യാൻ നൗവുമാണ്. ഇത് ഏതെങ്കിലും മാറി മാറി സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെല്ലാവരും പഠിച്ചു വെച്ചോളണം. ഇനി അടുത്തത് എന്ന് പറയുന്നത്, നമ്മളൊരു ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിൻ്റെ വർഷം ഡിസ്പ്ലേ ചെയ്യാനാണ് ഇയർ ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ കാണാൻ പറ്റും, ആൻസർ ഇവിടെ കാണാൻ പറ്റും. അടുത്തത് = മന്ത്, ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ മാസം ഏതെന്ന് ഡിസ്പ്ലേ ചെയ്യാനാണ് മന്ത് ഉപയോഗിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ഒരു ഡേറ്റിൻ്റെ ദിവസം ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ = ഡേ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഡേറ്റിൻ്റെ ദിവസം ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. അതാണ് ഡിസ്പ്ലേ. ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ആയിരിക്കും എപ്പോഴും ഡേറ്റ് ആയിട്ട് വരുന്നത്. 1, 2, 3 അങ്ങനെയാണ് ഡേറ്റ് വരുന്നത്. അല്ലാതെ 2.5, 3.74 അങ്ങനത്തെ ഡേറ്റുകളൊന്നുമില്ല. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ ആയിട്ടായിരിക്കും ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്ത ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു വർഷവും മാസവും ദിവസവും കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇതേപോലൊരു ഡേറ്റ് ഫോർമാറ്റിലാക്കി കാണിക്കാനാണ് ഈ ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ = ഡേറ്റ് 2025/5/27 കോമയിട്ട് കൊടുക്കുമ്പോൾ നമുക്കതിനെ ഡേറ്റ് ഫോർമാറ്റിൽ കിട്ടുന്നു. ലാസ്റ്റ് ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, നമ്മൾ ഡേറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിനെ ഒരു നമ്പറായി കൺവെർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നമ്പർ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 1 എന്ന നമ്പർ വരണമെങ്കിൽ നമ്മൾ ഡേറ്റ് വാല്യൂ ഏത് ഡേറ്റ് കൊടുക്കണം, 31/12/1899 കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ 2 എന്ന നമ്പറാകും, അതിൻ്റെയും പിറ്റേ ദിവസം ആകുമ്പോൾ 3 എന്ന നമ്പറാകും. അങ്ങനെ കൗണ്ട് ചെയ്ത് 27/5/2025 ആയപ്പോൾ കിട്ടിയ നമ്പറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്ത് വന്ന് നമുക്ക് 1ൻ്റെ അവിടെ ഒന്ന് എടുത്ത് നോക്കാം. = ഡേറ്റ് വാല്യൂ 31/12/1899. അടുത്ത രണ്ടാമത്തെ നമ്പർ വരണമെങ്കിൽ പിറ്റേ ദിവസം 1/1/1900 ആയിരിക്കും കൊടുക്കുന്നത്, 1/1/1900. അടുത്ത 3 എന്ന നമ്പർ വരണമെങ്കിൽ നമ്മൾ ഡേറ്റ് വാല്യൂ എങ്ങനെ കൊടുക്കും, = ഡേറ്റ് വാല്യൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സ് കൊടുക്കണം, 2/1/1900 കൊടുക്കുക, എൻ്റർ അടിക്കുക. നമുക്ക് എത്ര കിട്ടി, 3 അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്പർ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇത് വെച്ച് എങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരാളുടെ ബർത്ത്ഡേ തന്നിരിക്കുന്ന 1 ജനുവരി 2010 ആണെങ്കിൽ അയാളുടെ ഏജ് 15 ഓഗസ്റ്റ് 2025 ആകുമ്പോൾ എത്രയാകുമെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്.
അപ്പം നമ്മൾ ഇതിനെ രണ്ടിനെ ഡേറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ നമ്പേഴ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈസിക്കൽ ടു ഡേറ്റ് വാല്യൂ 1 ജനുവരി 2010 കൊടുത്തു. ഈസിക്കൽ ടു ഡേറ്റ് വാല്യൂ 15 ഓഗസ്റ്റ് 2025 കൊടുത്തു. ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ കിട്ടും. ഈസിക്കൽ ടു ഇത് സെൽ അഡ്രസ്സ് കൊടുത്താൽ മതി. C13 മൈനസ് ഇത് C12. ഇവിടെ കാണാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഫോർമുല ബാറിൽ നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റർ അടിക്കുക. 5705 എന്നൊരു നമ്പർ കിട്ടി. ഈ ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. അപ്പോൾ ഈസിക്കൽ ടു ഈ തന്നിരിക്കുന്നതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 15.6 എന്ന ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ 15.5 വയസ്സ് കഴിഞ്ഞു നമുക്ക് ആൻസർ കിട്ടുന്നു.